ഒരു വ്യക്തി വുളു ഉള്ള അവസ്ഥയിൽ അദ്ദേഹത്തിന് മദീ വന്നാൽ അദ്ദേഹത്തിന്റെ വുളു മുറിഞ്ഞു പോകുന്നതാണ്. വികാരമുള്ള സമയത്ത് പുരുഷനിൽ നിന്ന് വരുന്ന കാര്യത്തിനാണെന്ന് പറയുക മദീ എന്ന് പറയുക. അത് വുളുവിനെ ബാത്തിലാക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്തിനാൽ കഴിഞ്ഞ ഏതാനും ശനിയാഴ്ചകളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും പഠിക്കേണ്ട ഒരു കാര്യമാണ് വുളൂ എന്നുള്ളത്. ഇന്ന് പല സഹോദരങ്ങൾക്കും ശരിയായ രൂപത്തിൽ വുളൂഇന്റെ അഹ്കാമുകൾ അറിയില്ല. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 4 ക്ലാസുകളിലായി വുളൂഇന്റെ രൂപം നമ്മൾ പറഞ്ഞു. ഇന്ന് അതിന്റെ പൂർത്തീകരണമാണ്. കഴിഞ്ഞ ദർസിൽ തല തടവുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കാല് കഴുകുന്നതിനെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു. അതോടുകൂടി വുളൂഇന്റെ കാര്യങ്ങൾ പൂർത്തിയായി, വുളൂഇന്റെ കർമ്മങ്ങൾ പൂർത്തിയായി. അതുമായി ബന്ധപ്പെട്ട മുറാജഅ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം മൊത്തത്തിൽ മുറാജഅ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വുളൂഇന് ശേഷം, വുളൂഇൽ കാല് കഴുകിയതിനു ശേഷം, വുളൂഇന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ദുആ ചെയ്യുക. വുളൂഇന് ശേഷം ചെയ്യേണ്ട മഹത്തായ ഒരു കാര്യമാണ് വുളൂഇന് ശേഷമുള്ള ദുആ എന്നുള്ളത്. എന്താണ് വുളൂഇന് ശേഷമുള്ള ദുആ? ശരിക്കും ശ്രദ്ധിക്കുക. ഒരു ദുആ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. സ്വഹീഹാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. അതേതാണ്? أن عمر بن الخطاب رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما منكم من أحد يتوضأ فيسبغ الوضوء ثم يقول أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إلا فتحت له أبواب الجنة 8 يدخل من أيها شاء. റവാഹു മുസ്ലിം. ശരിക്കും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വുളൂ ചെയ്യുകയും ഫയുസ്ബിഗുൽ വുളൂ, നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ഒരു വ്യക്തി വുളൂ ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു വുളൂഇന്റെ പൂർണ്ണത എന്താണെന്ന്. അങ്ങനെ വുളൂഇന്റെ പൂർണ്ണത അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തി വുളൂ ചെയ്യുകയും ثم يقول, ശേഷം അവൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അങ്ങനെ ആരെങ്കിലും പറയുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു നൽകുന്നതാണ്. എത്ര വലിയ ഫضലാണ്. നമുക്ക് ആ ദിക്ർ പറയാൻ കൂടി വന്നാൽ 1 മിനിറ്റ് മതി, അല്ലെങ്കിൽ 2 മിനിറ്റ് മതി. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഏതാണ് ദിക്ർ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതുവരെയാണ് സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടത്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഒരു ദിക്ർ വുളൂഇന് ശേഷം പറയേണ്ടതാണെന്ന കാര്യത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ സഹോദരങ്ങളും ആ ദിക്ർ പഠിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആരാണ് ഹദീസ് ഉദ്ധരിച്ചത്? ഇമാം മുസ്ലിം. ഏത് സ്വഹാബിയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ആ ദിക്ർ ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നതാണ്. ഇവിടെ ഒരു ഫായിദ, സ്വർഗത്തിന് എത്ര കവാടങ്ങളാണ്? 8 കവാടങ്ങളാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടു, ഫിൽ ജന്നതി 8 അബ്വാബ്. ഫിൽ ജന്നതി 8 അബ്വാബ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നരകത്തിന് എത്ര കവാടങ്ങളാണ്? 7 കവാടങ്ങളാണ്. എന്താണ് തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ 7 അബ്വാബ്. സൂറത്തുൽ ഹിജ്റിലെ 44-ാമത്തെ വചനം. ലഹാ 7 അബ്വാബ്. നരകത്തിന് 7 കവാടങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി സൂറത്തുൽ ഹിജ്റിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിന് എത്ര കവാടങ്ങളാണ്? 8 കവാടങ്ങൾ. നരകത്തിന് 7 കവാടങ്ങൾ. ഇതാണ് ഹദീസിലും ഖുർആനിലും സ്ഥിരപ്പെട്ടത്. അപ്പൊ ദിക്ർ എല്ലാവരും മനസ്സിലാക്കിയില്ലേ? അതിനുശേഷം മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തിർമിദി റഹിമഹുല്ലാ വുളൂഇന് ശേഷമുള്ള ദിക്ർ ഉദ്ധരിച്ചതിന് ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്റിന് ശേഷം ഒരു വാക്ക് കൂടി കൊണ്ടുവന്നു, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. സഹോദരങ്ങളെ, ഈ ഒരു കലിമ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ എന്ന് പറയുന്ന ആ ഒരു കലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. മുമ്പ് ഞാൻ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഹദീസിലും അത് സഹീഹാണോ ദഈഫാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. ഈ ഒരു കലിമ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് പറയുന്ന കലിമ ഇമാം ബുഖാരി റഹിമഹുല്ലാ ദുർബലമാക്കിയതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ദുർബലമാക്കിയതായി ഇബ്നുൽ ഖത്താൻ അൽ ഫാസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബയാനുൽ വഹ്മി വൽ ഈഹാം എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫുതുഹാത്തുർ റബ്ബാനിയയിലും നതായിജുൽ അഫ്കാരിലും ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ, ഇമാം ബുഖാരിയെ പോലെയുള്ളവർ, ഹാഫിദ് ഇബ്നു ഹജറിനെ പോലെയുള്ളവർ പറയുന്നു അത് ദുർബലമാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയും അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയും പറയുന്നു അത് സ്വീകാര്യമാണ്. അത് സ്വീകാര്യമാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും ഷെയ്ഖ് അൽബാനി സഹീഹു തിർമിദിയിലും അത് സ്വീകാര്യമാണെന്ന് വിധിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ പറയാറുള്ളത് പോലെ ഒരു വ്യക്തിക്ക് ഷെയ്ഖ് അൽബാനിയും അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമും തഹ്ജീഹ് നടത്തിയതാണ് ഏറ്റവും ശരിയെന്ന് മനസ്സിലായി ആ വ്യക്തിക്ക് ആ ദിക്ർ പറയുന്നുണ്ടെങ്കിൽ പറയാം. ഇനി മറ്റൊരാൾക്ക് തോന്നുകയാണ് ഇമാം ബുഖാരിയുടെയും ഹാഫിദ് ഇബ്നു ഹജറിന്റെയും അഭിപ്രായമാണ് ഏറ്റവും ശരിയായത്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് പറയാതിരിക്കാം. എന്നിരുന്നാലും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ആ ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വരെ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ തന്നെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇമാം നസായി റഹിമഹുല്ലാ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. അതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് അബൂ സഈദിന്റെ വാക്കായിട്ടാണ് അത് സ്ഥിരപ്പെട്ടത്. അഥവാ അബൂ സഈദിന്റെ വാക്കാണെങ്കിൽ തന്നെ ഒരിക്കലും അദ്ദേഹം സ്വയിഷ്ടപ്രകാരം പറഞ്ഞതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത് പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താണ്? വുളൂഇന് ശേഷം 3 ദിക്റുകളാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതെല്ലാവരും പഠിക്കണം. എല്ലാ സഹോദരങ്ങളും നിർബന്ധമായി പഠിക്കുക, അത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അതിനുശേഷമുള്ള അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് ചെയ്യാം, ചെയ്യാതിരിക്കാം. രണ്ടും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ വീക്ഷണം തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ കൂടെ വുളൂഇന്റെ അദ്കാറുമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചില മദ്രസകളിൽ വുളൂ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറയും, വുളൂഇൽ മുഖം കഴുകുമ്പോൾ ഇന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തസ്വദ്ദുൽ വുജൂഹ്. മുഖം കഴുകുമ്പോൾ ഇന്ന പ്രാർത്ഥന പറയണം, കൈ കഴുകുമ്പോൾ ഇന്ന പ്രാർത്ഥന പറയണം, തല തടവുമ്പോൾ ഇന്ന പ്രാർത്ഥന പറയണം. അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. വുളൂഇൽ ഇന്ന അവയവങ്ങൾ കഴുകുമ്പോൾ ഇന്ന പ്രാർത്ഥന എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. വുളൂഇൽ ആകെ സ്ഥിരപ്പെട്ടിരിക്കുന്നത് അതിന്റെ തുടക്കത്തിലുള്ള ബിസ്മില്ലായും അതുപോലെ തന്നെ അവസാനത്തിലുള്ള നാം പറഞ്ഞിരിക്കുന്ന ദിക്റുമാണ്. അതല്ലാതെ വുളൂഇന്റെ അവയവങ്ങൾക്ക് ഓരോരോ ദിക്ർ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ ശാഫിഈ മദ്ഹബിന്റെ ആൾക്കാരാണെന്ന് വാദിക്കുന്നവർ പോലും അത് ചെയ്യുന്നതായി കാണാറുണ്ട്. അത്തരത്തിലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക, ഇമാം നവവി റഹിമഹുല്ലാഹ്, രണ്ടാം ശാഫിഈ എന്നറിയപ്പെട്ട ഇമാം നവവി, അദ്ദേഹത്തിന്റെ അൽ അദ്കാറിൽ പറയുന്നു, അമ്മ ദുആഉ അലാ അഅളാഇൽ വുജൂ അലാ അഅളാഇൽ വുദൂ ഫലം യജി ഫീഹി ശൈഉൻ സഹീഹുൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂഇന്റെ ഓരോരോ അവയവങ്ങളിലും ഇന്ന ദിക്ർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടില്ല എന്ന് ആര് പറയുന്നു? ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാറിൽ. അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിമും ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുല്ലയും ഈ ഒരു ആശയം സ്ഥാപിക്കുന്നതായി കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിമും ഷെയ്ഖ് മുഖ്ബിലും ഈ ഒരു ആശയം സ്ഥാപിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് വുളൂഇന്റെ ഓരോരോ അവയവങ്ങൾക്കിടയിൽ ഒരു ദിക്റും ഒരു ദുആഉം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വുളൂഇന് ശേഷം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2 റക്അത്ത് നിസ്കാരം. 2 റക്അത്ത് നിസ്കാരം അതെന്താ, ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സുന്നത്തുൽ വുളൂ. നമ്മൾ മസ്ജിദിൽ കയറിയാൽ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയുന്നത് പോലെ, വുളൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിന് എന്താണ് പറയുക? സുന്നത്തുൽ വുളൂ എന്നുള്ളത്. എന്താണ് അതിന്റെ മഹത്വം സഹോദരങ്ങളെ? സുന്നത്തുൽ വുളൂഇന്റെ മഹത്വം എന്താണ്? ഇന്ന് പല ആൾക്കാരും നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്താണ് സുന്നത്തുൽ വുളൂ. അല്ലെങ്കിൽ വുളൂഇന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തയ്യാറാകുന്നവർ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പലപ്പോഴും കുറവായിരിക്കും. എന്നാൽ വുളൂഇന് ശേഷമുള്ള 2 റക്അത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സൊരിക്കലും അത് ഒഴിവാക്കാൻ നമ്മെ സമ്മതിക്കുകയില്ല. എന്താണ് മഹത്വങ്ങൾ? 3 ഹദീസുകളാണ് ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് നമ്മൾ ഈ പഠിക്കുന്ന ഹദീസ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വുളൂ കാണിച്ചു കൊടുത്ത ഹദീസ്. ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തവല്ലഅ നഹ്ബ വുളൂഇ ഹാദാ, ആരെങ്കിലും ഇതുപോലെ വുളൂ ചെയ്താൽ, നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഒരു വ്യക്തി വുളൂ ചെയ്താൽ, ശരിക്കും ശ്രദ്ധിക്കണേ, ثم قام, അതിനുശേഷം ആ വ്യക്തി എഴുന്നേറ്റ് നിന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിന്നു, فركع ركعتين, 2 റക്അത്ത് അദ്ദേഹം നിസ്കരിച്ചാൽ, لا يحدث فيهما نفسه, ശ്രദ്ധയോടുകൂടി അശ്രദ്ധയാവാതെ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു വ്യക്തി 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻ കഴിയുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകുന്നതാണ്. അവൻ മുമ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ചെറിയ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകുന്നതാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? വുളൂവിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവന്റെ എല്ലാ മുൻ കഴിയുന്ന ചെറിയ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകുന്നതാണ്. ഇതാണ് ഒരു മഹത്വം. വുളൂവിന് ശേഷമുള്ള 2 റക്അത്തിന്റെ ഒരു മഹത്വം ഇതാണ്. രണ്ടാമത്തേത് എന്താണ്? عن عقبة بن عامر الجهني رضي الله عنه, عقبة بن عامر رضي الله عنه പറയുന്നു, ما من أحد يتوضأ فيحسن الوضوء ويصلي ركعتين يقبل بقلبه ووجهه عليهما إلا وجبت له جنة.
ഇല്ലാ വജബത് ലഹുൽ ജന്ന. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും നല്ല രീതിയിൽ വുളൂ ചെയ്താൽ, നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും വുളൂ ചെയ്താൽ, വയുസല്ലി റകഅതൈൻ, അതിനുശേഷം 2 റകഅത്ത് അവൻ നിസ്കരിച്ചാൽ, യുഖ്ബിലു ബിഖൽബിഹി വവജ്ഹിഹി അലൈഹിമ, മനസ്സാന്നിധ്യത്തോടുകൂടി നിസ്കാരത്തിൽ ശ്രദ്ധ കാണിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഹദീസിൽ എന്താണ് പറഞ്ഞത്? അവന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടും. രണ്ടാമത്തെ ഹദീസിലോ അവന് സ്വർഗം നിർബന്ധമാണ്, അവന് സ്വർഗം നിർബന്ധമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഫളിൽ എത്ര വിശാലമാണ്. വുളൂവിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം എന്നുള്ളത് നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടി വന്നാൽ 5 മിനിറ്റ് മതി. അങ്ങനെ നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായാൽ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ മുൻ കഴിയുന്ന പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും, അതുപോലെ തന്നെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കും. മൂന്നാമത്തെ ഫളിൽ എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഫജ്ർ നിസ്കാര ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ബിലാൽ, ബിലാലിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, താങ്കൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് താങ്കൾ പറഞ്ഞു തരിക. പ്രത്യേകമായി താങ്കൾ ചെയ്യുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരിക. കാരണം എന്താണ്? ഫഇന്നി സമിഅതു ദുഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കെ എന്റെ മുമ്പിൽ താങ്കളുടെ ചെരിപ്പടിയുടെ ശബ്ദം ഞാൻ കേട്ടു ബിലാലെ, എന്താണ് ഇത്രയും നല്ല സൽക്കർമ്മം താങ്കൾ ചെയ്യുന്നത് എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, പ്രത്യേകമായി ഞാനൊന്നും ചെയ്യാറില്ല, പക്ഷേ എപ്പോഴും വുളൂ ചെയ്താൽ അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതാണ് അതിന് കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ വുളൂവിന് ശേഷമുള്ള നിസ്കാരത്തിന്റെ 3 ഹദീസുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തേത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. അതിലെന്താണുള്ളത്? മുൻ കഴിയുന്ന ചെറുപാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കും. രണ്ടാമത്തേതിലുള്ളത് എന്താ? ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ആരെങ്കിലും വുളൂവിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന് സ്വർഗം നിർബന്ധമാണ്. ആരാ പറയുന്നത്? പ്രവാചകൻ. വെറുതെ പറയോ? ഇല്ല, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. മൂന്നാമത്തേത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അതിന് കാരണം വുളൂവിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം. ഇനി നമ്മൾ ചിന്തിക്കുക, ഇത്രയും മഹത്വം പഠിപ്പിക്കപ്പെട്ട ഒരു അമൽ നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക? അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം. കേവലം ഇത് പഠിച്ചു പോകാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും വുളൂവിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മസ്അല, വുളൂവിന് ശേഷം അവയവങ്ങൾ തുടക്കാമോ? നമ്മൾ വുളൂ ചെയ്തതിന് ശേഷം നമ്മുടെ അവയവങ്ങൾ തുടക്കുന്നതിന്റെ വിധി എന്താണ്? സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വുളൂവിന് ശേഷം നമ്മുടെ അവയവങ്ങൾ, വുളൂവിന്റെ വെള്ളം തുടച്ചു കളയാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അവർ ഏകോപിച്ചിരിക്കുന്ന ഒരു അഭിപ്രായം ആദ്യം പറയാം. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, നുഖിലൽ ഇജ്മാഉ അലാ അന്നഹു ലാ യഹ്റും, വുളൂവിന് ശേഷം അവയവങ്ങൾ തുടയ്ക്കുന്നത് ഹറാമല്ല എന്ന കാര്യത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഏകാഭിപ്രായമാണ്. വുളൂവിന് ശേഷം അവയവങ്ങൾ തുടയ്ക്കുന്നത് ഹറാമാണെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. വുളൂവിന് ശേഷം അവയവങ്ങൾ തുടയ്ക്കുന്നത് ഹറാമാണെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള വീക്ഷണങ്ങൾ എന്താണ്? ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിർഖത്തുൻ യതനശ്ശഫു ബിഹാ ബഅദൽ വുളൂ, വുളൂഇന് ശേഷം അവയവങ്ങൾ തുടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു തുണിക്കഷ്ണം ഉണ്ടായിരുന്നു. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് 53ാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുളൂഇന് ശേഷം തുടക്കാൻ ഒരു തുണിക്കഷ്ണം ഉണ്ടായിരുന്നു.
എന്നാൽ ഈ ഹദീസിൽ സുലൈമാൻ ഇബ്നു അർഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഹദീസിന്റെ സനദിൽ സുലൈമാൻ ഇബ്നു അർഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ദുർബലമാണ്. അദ്ദേഹം ദഈഫാണ്. അതുകൊണ്ട് ഹദീസ് ദുർബലമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുളൂഇന് ശേഷം തുടക്കാൻ ഒരു തുണിക്കഷ്ണം ഉണ്ടായിരുന്നു എന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണ്. ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ ഹദീസ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു النبي صلى الله عليه وسلم اذا توضأ مسح وجهه بطرف ثوبه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്താൽ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഒരു അറ്റം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം തുടക്കാറുണ്ടായിരുന്നു എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ സനദിൽ സഹോദരങ്ങളെ റിഷ്ദീൻ ഇബ്നു സഅദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ദഈഫാണ്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് അൽ ഇഫ്രീഖി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന്റെ വിഷയത്തിലും അഭിപ്രായ ഭിന്നതയുണ്ട്. അതുകൊണ്ട് ആ ഹദീസും ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന് ശേഷം അദ്ദേഹത്തിന്റെ വസ്ത്രം എടുത്തുകൊണ്ട് മുഖം തുടക്കാറുണ്ട് എന്ന് പറയുന്ന ഹദീസും ദുർബലമാണ്. മൂന്നാമത്തെ ഒരു ഹദീസ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തവല്ലഅ വുളൂ ചെയ്തു, ഫഖാലബ ജുബ്ബത സൂഫിൻ കാനത അലൈഹി ഫമസഹ ബിഹാ വജ്ഹഹു. അവിടുത്തെ ജുബ്ബ ഉപയോഗിച്ചുകൊണ്ട് മുഖം തോർത്തി എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ മഹ്ഫൂൽ ഇബ്നു അൽഖമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഹദീസും ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി ഉദ്ധരിക്കപ്പെട്ട 3 ഹദീസുകൾ, ഒന്നാമത്തേത് ആയിഷയുടെ, രണ്ടാമത്തേത് മുആദ് ഇബ്നു ജബലിന്റെ, മൂന്നാമത്തേത് സൽമാൻ അൽ ഫാരിസിയുടെ. അതിലെന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന് ശേഷം തുടക്കാറുണ്ട്. ആ ഹദീസുകളൊക്കെ ദുർബലമാണ്. ചില പണ്ഡിതന്മാർ അതിലുള്ള ചില ഹദീസുകൾ സ്വഹീഹാക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അത് ദുർബലമാണ് എന്നാണ്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, أن النبي صلى الله عليه وسلم لم يكن يمسح وجهه بالمنديل بعد الوضوء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന് ശേഷം തുടക്കാറില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ഇബ്നു ഷാഹീൻ അദ്ദേഹത്തിന്റെ അന്നാസിഖ് വൽ മൻസൂഖ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ സനദിൽ സഈദ് ഇബ്നു മൈസറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ദഈഫാണ്. അതുകൊണ്ട് തന്നെ അതും ദുർബലമാണ്. ഇവിടെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വുളൂഇന് ശേഷം തുടച്ചതായിട്ടോ അല്ലെങ്കിൽ തുടക്കാത്തതായിട്ടോ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ തുടച്ചില്ല എന്ന് പറഞ്ഞതും സ്ഥിരപ്പെട്ടിട്ടില്ല. ആയിഷയുടെയും മുആദ് ഇബ്നു ജബലിന്റെയും ഹദീസിലുമൊക്കെ തുടക്കാറുണ്ട് എന്ന് പറയുന്നതും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇനി പറയുന്ന കാര്യം പഠിക്കുക. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യസിഹു ഫിൽ ബാബി ഷൈ. ഈ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നു, ലാ യസിഹു ഫിൽ ബാബി ഷൈ. ഈ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലം യജി ഫി ഹാദാ ഷൈഉൻ സഹീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇന് ശേഷം തുടച്ചതായോ തുടക്കാത്തതായോ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹയും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഹദീസുകളൊക്കെ പിൽക്കാലഘട്ടത്തിൽ ഷെയ്ഖ് അൽബാനിയൊക്കെ സ്വഹീഹാക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും റാജിഹായ അഭിപ്രായം അത് ദുർബലമാണ് എന്നാണ് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുവദിച്ചതായിട്ടോ അല്ലെങ്കിൽ വിലക്കിയതായിട്ടോ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി സ്വഹാബത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ സ്വഹാബത്തിൽ നിന്ന് 2 രൂപത്തിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കാണാം, അന്നഹു കാന യംസഹു ബിൽ മിൻദീലി ബഅദൽ വുളൂ. അദ്ദേഹം വുളൂഇന് ശേഷം തുടക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബ്നുൽ മുൻദിർ അദ്ദേഹത്തിന്റെ അൽ ഔസത്തിലും ഇമാം അസ്റം അദ്ദേഹത്തിന്റെ സുനനിലും ഉദ്ധരിക്കുന്നതായി കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വുളൂഇന് ശേഷം തുടക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നതായി ഇമാം ഇബ്നുൽ മുൻദിർ അദ്ദേഹത്തിന്റെ അൽ ഔസത്തിലും അതുപോലെ തന്നെ ഇമാം അസ്റം അദ്ദേഹത്തിന്റെ സുനനിലും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.
എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് വുളൂഇന് ശേഷം തുടക്കാതിരിക്കുന്നതാണ് നല്ലത്. വുളൂഇന് ശേഷം തുടക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുവദിച്ചതായിട്ടോ വിലക്കിയതായിട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല. ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? ഇമാം തിർമിദി റഹിമഹുല്ലാഹ്. ലാ യസിഹു ഫീ ഹാദൽ ബാബി ഷൈ. സ്വഹാബത്തിൽ നിന്നോ അനസ് റളിയല്ലാഹു അൻഹു തുടച്ചതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടക്കാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞതായിട്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സഹാബത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം താബിഈങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ശരിയായ അഭിപ്രായം ഏതാണ് ഈ വിഷയത്തിൽ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ അംറു വാസിഅ, ഈ കാര്യം വിശാലമാണ്. മൻ നശഫ ഫലാ ബഅസ്, തുടക്കുന്നവർക്ക് തുടക്കാം. വമൻ തറക ഫലാ ബഅസ്, തുടക്കാതിരിക്കുന്നവർക്ക് തുടക്കാതിരിക്കാം, തുടക്കുന്നത് ഒഴിവാക്കാം. മനസ്സിലായില്ലേ? ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ശരിയായ അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്ന വീക്ഷണമാണ് ഈ വിഷയത്തിലെ ഏറ്റവും ശരിയായ അഭിപ്രായം. ഒരു വ്യക്തിക്ക് വുളൂഇന് ശേഷം അവയവങ്ങൾ തുടക്കാം, അല്ലെങ്കിൽ തുടക്കാതിരിക്കാം. അയാളുടെ സൗകര്യം പോലെ അയാൾക്ക് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, കഴിഞ്ഞ ദർസിൽ ഒരു സഹോദരൻ ആവശ്യപ്പെട്ട കാരണത്താലാണ് തയമ്മുമിനെ സംബന്ധിച്ച്. നമുക്ക് വുളൂ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തയമ്മുമാണ്. തയമ്മും എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണുപയോഗിച്ചുകൊണ്ട് ഇബാദത്ത് ഉദ്ദേശിച്ച് കൈയും മുഖവും തടവുന്നതിനാണ് എന്ത് പറയുക? തയമ്മും എന്ന് പറയുക. മണ്ണുപയോഗിച്ചുകൊണ്ട് രണ്ട് കൈകളും അതുപോലെ തന്നെ മുഖവും ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തടവുന്നതിനാണ് എന്ത് പറയുക? തയമ്മും എന്ന് പറയുക. തയമ്മുമിന്റെ തെളിവ് എന്താണ്? ഒന്ന് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം. അതുപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഇലത് ലനൽ അർദു മസ്ജിദ, നമുക്ക് ഈ ഭൂമി മസ്ജിദാണ് എന്ന് പറഞ്ഞാൽ എവിടെയും നമുക്ക് ഇവിടെ നിസ്കരിക്കാം. ഈ ഭൂമിയിൽ ഏത് സ്ഥലത്തും നമുക്ക് നിസ്കരിക്കാം. അതിന് പ്രത്യേകിച്ച് പള്ളി വേണമെന്നില്ല. മറിച്ച് ഭൂമിയിൽ ഏത് സ്ഥലത്തും എന്താണ്? നിസ്കരിക്കൽ അനുവദനീയമാണ്. അതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് തുർബതുഹാ ലനാ തഹൂറ, ആ ഭൂമിയിലെ മണ്ണ് നമുക്ക് ശുദ്ധിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മണ്ണുപയോഗിച്ചുകൊണ്ട് ശുദ്ധി ചെയ്യുക എന്നുള്ളത് ഈ ഉമ്മത്തിന് അനുവദിക്കപ്പെട്ട കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തയമ്മുമിന്റെ തെളിവുകൾ ഒന്ന് നേരത്തെ പറഞ്ഞ സൂറത്തുൽ മാഇദയിലെ ആയത്ത്, മറ്റൊന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അശ്ശർഹുൽ കബീറിൽ ഉലമാക്കളുടെ ഇജ്മാഅ് ഉദ്ധരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് തയമ്മും അനുവദനീയമാവുക? വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. വലിയ അശുദ്ധിയിൽ നിന്നാണെങ്കിലും ചെറിയ അശുദ്ധിയിൽ നിന്നാണെങ്കിലും ശുദ്ധിയാവാൻ തയമ്മും ചെയ്യാം. രണ്ട് സാഹചര്യത്തിൽ, ഒന്നുകിൽ വെള്ളമില്ലാതിരിക്കുക, അതല്ലെങ്കിൽ വെള്ളമുണ്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുക. വെള്ളമുണ്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുക. ഏതുപോലെ? ഒരു വ്യക്തിക്ക് രോഗമാണ്, ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വെള്ളം ഉപയോഗിക്കരുത്, വെള്ളം ഉപയോഗിച്ചാൽ ശരീരത്തിന് പ്രയാസമുണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. അതല്ലെങ്കിൽ ഒരു വ്യക്തി ദൂരെ യാത്രയ്ക്ക് പോവുകയാണ്, ആ വ്യക്തിയുടെ കയ്യിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, ഉദാഹരണത്തിന് ഒരു കുപ്പിയിൽ മാത്രമേ വെള്ളമുള്ളൂ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വെള്ളം ലഭിക്കാനുള്ള സാധ്യതയില്ല. ആ വ്യക്തിക്ക് ആകെ കുടിക്കാൻ ഈ ഒരു കുപ്പി വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെ വെള്ളം ലഭിക്കാനില്ലെങ്കിൽ ആ കുടിക്കാനുള്ള വെള്ളം ഉപയോഗിച്ച് തയമ്മും വുളൂ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് അദ്ദേഹത്തിന് മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തയമ്മും ചെയ്യാം. ഇപ്പൊ രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്നുകിൽ വെള്ളം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുക. ഈ സാഹചര്യങ്ങളിൽ തയമ്മും ചെയ്യൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയ അശുദ്ധിയിൽ നിന്നാണെങ്കിലും വലിയ അശുദ്ധിയിൽ നിന്നാണെങ്കിലും തയമ്മും ചെയ്യാം. വലിയ അശുദ്ധിയുടെ മാത്രം തെളിവ് പറയാം. വലിയ അശുദ്ധിക്ക് അനുവദനീയമാണെങ്കിൽ സ്വാഭാവികമായും ചെറിയ അശുദ്ധിക്കും അനുവദനീയമാകും. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിന്ന് നിസ്കരിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരു വ്യക്തി നിസ്കരിക്കാതെ പുറത്തു നിൽക്കുന്നതായി കണ്ടു. ഒരു വ്യക്തി നിസ്കരിക്കാതെ പുറത്തു നിൽക്കുന്നതായി കണ്ടു. ശരിക്കും ശ്രദ്ധിക്കണം. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, മാ മനഅക അൻ തുസല്ലിയ മഅൽ ഖൗം,
മാ മനഅക അൻ തുസല്ലിയ മഅൽ ഖൗം, എന്തുകൊണ്ടാണ് താങ്കൾ മറ്റുള്ളവരുടെ കൂടെ നിസ്കരിക്കാതിരുന്നത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്വാബത്നി ജനാബത്തുൻ വലാ മാ, പ്രവാചകരെ, എനിക്ക് വലിയ അശുദ്ധിയുണ്ട്, എന്റെ കയ്യിൽ വെള്ളമില്ല, കുളിക്കാൻ എന്റെ കയ്യിൽ വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സഈദി ഫഇന്നഹു യക്ഫീക്, താങ്കൾക്ക് മണ്ണുപയോഗിച്ചുകൊണ്ട് തയമ്മും ചെയ്യാം, അത് മതിയാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ അശുദ്ധിയാണെങ്കിൽ പോലും തയമ്മും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. ഇനി തയമ്മുമിന്റെ രൂപം, എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്? തയമ്മും ചെയ്യേണ്ട രൂപം എന്താണ്? സഹോദരങ്ങളെ, ആദ്യമായി മനസ്സിലാക്കുക, തയമ്മുമിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രബലമായ ഹദീസ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. തയമ്മുമിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രബലമായ ഹദീസ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. എന്താണ് ആ ഹദീസ്? അദ്ദേഹം പറയുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാജ, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ എന്നെ അയച്ചു. ഫഅജ്നബ്തു ഫലം അജിദിൽ മാ, അങ്ങനെ എനിക്ക് വലിയ അശുദ്ധിയായി, എന്റെ കയ്യിൽ ഉപയോഗിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ഫതമറഗ്തു ഫിസ്സഈദി കമാ തമറഗു ദാബ, അദ്ദേഹത്തിന് അറിയാം മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധിയാക്കാം എന്നുള്ളത്, പക്ഷേ അദ്ദേഹത്തിന് അതിന്റെ രൂപം അറിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? മണ്ണിൽ കിടന്ന് ഉരുണ്ടു. ഈ സമയത്ത് അദ്ദേഹം അങ്ങനെ ചെയ്തു, നിസ്കരിച്ചു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ യക്ഫീക അൻ തസ്നഅ ഹകദ, നീ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. എങ്ങനെ? ഫളറബ ബികഫിഹി ളർബതൻ അലൽ അർദ്, അതിനുശേഷം നിലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടി അടിച്ചു. ثم نفضها, അതിനുശേഷം അതിൽ ഊതി. ثم مسح بهما ظهر كفه بشماله أو ظهر شماله بكفه ثم مسح بهما وجهه, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈകളും തടവി, അതിനുശേഷം മുഖം തടവി. അപ്പൊ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു മണ്ണിൽ കിടന്നുരുണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യേണ്ടതില്ല, മറിച്ച് നിലത്തൊരടി അടിച്ചതിന് ശേഷം ആദ്യം കൈയും പിന്നെ മുഖവും താങ്കൾ തടവിയാൽ മതിയായിരുന്നു. ഇതാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ വന്നിരിക്കുന്നത്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നത് ആദ്യം കൈയും പിന്നെ മുഖവുമാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാ മാത്രം ഉദ്ധരിച്ചിരിക്കുന്ന അമ്മാർ ബിൻ യാസിറിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഫളറബ നബിയ്യു ബികഫൈഹിൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തടിച്ചു. വനഫഖ ഫീഹിമാ, അതിനുശേഷം അതിൽ ഊതി. ثم مسح بهما وجهه وكفيه, അവിടുന്ന് അവിടുത്തെ മുഖം തടവി, അതിനുശേഷം കൈ തടവി. നാം വിശദീകരിക്കാം, അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഹദീസിൽ ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു ഹദീസിൽ എന്താ ഉള്ളത്? ആദ്യം മുഖം പിന്നെ കൈ. മനസ്സിലായോ വ്യത്യാസം? നേരത്തെ വായിച്ച ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ബുഖാരി 347 നമ്പറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്താ ഉള്ളത്? ആദ്യം കൈ പിന്നെ മുഖം. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന അമ്മാർ ബിൻ യാസിറിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലുള്ളത് ആദ്യം മുഖം പിന്നെ കൈ. മനസ്സിലായില്ലേ? ഈ രണ്ട് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, തയമ്മും എന്ന് പറയുന്നത് ഒരൊറ്റ അടി മാത്രമാണ്. തയമ്മും ചെയ്യാൻ ഒരു തവണയാണ് നമ്മൾ നിലത്ത് അടിക്കേണ്ടതുള്ളൂ. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ 2 അടി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തയമ്മുമിൽ ഏറ്റവും ശരിയായ രൂപം എന്താണ്? ഒരു തവണയാണ് നമ്മൾ മണ്ണിൽ അടിക്കേണ്ടത്, ഒരു തവണയാണ് മണ്ണിൽ അടിക്കേണ്ടത്. അതാണ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു തവണ മണ്ണിൽ അടിക്കുക. ഇനി ചില സഹോദരങ്ങൾക്ക് സംശയമുണ്ടാകും, ചില ഹദീസുകളിൽ വന്നിട്ടില്ലേ അത്തയമ്മുമു ദർബതാൻ, തയമ്മും എന്ന് പറയുന്നത് 2 അടിയാണെന്ന്. തയമ്മും എന്ന് പറയുന്നത് 2 അടിയാണെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടില്ലേ? എന്താണ് ഇതിന് മറുപടി? ആ ഹദീസ് ദുർബലമാണ്. കാരണം ആ ഹദീസിൽ മുഹമ്മദ് ബിൻ സാബിത്ത് അൽ അബ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അത് കാരണത്താൽ ആ ഹദീസ് സ്വീകാര്യമല്ല. തയമ്മും 2 അടിയാണ് എന്ന് പറയുന്ന ഹദീസ് സ്വീകാര്യമല്ല. മറിച്ച് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് തയമ്മും 1 അടിയാണ് എന്നുള്ളതാണ്. അതാണ് ഇമാം ഇബ്നുൽ മുൻദിറിന്റെയും ഇബ്നു ബാസിന്റെയും ഷൻഖീതിയുടെയും ഇബ്നു ഉസൈമീന്റെയും റഹിമഹുമുല്ലാ, ഈ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം എന്താണ്? തയമ്മും എന്ന് പറഞ്ഞാൽ 1 അടി മാത്രമാണ്. അപ്പൊ തയമ്മുമിന്റെ ഒന്നാമത്തെ രൂപം എന്താണ്? ഒരു തവണ
മണ്ണിൽ അടിക്കുക. ഒരു തവണ മണ്ണിൽ അടിക്കുക. മണ്ണിൽ അടിച്ച ശേഷം എന്താ ചെയ്യേണ്ടത്? മണ്ണിൽ അടിച്ച ശേഷം എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിനുശേഷം മണ്ണിൽ അടിച്ച ശേഷം രണ്ട് കാര്യങ്ങളാണ് സ്ഥിരപ്പെട്ടിരിക്കുന്നത്. ഒന്ന് നഫഖ ഫീഹിമ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, നഫഖ ഫീഹിമ, അതായത് രണ്ട് കൈകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതായി ഒന്ന് ഊതി. സ്വാഭാവികമായും മണ്ണിലടിക്കുമ്പോൾ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൈക്ക് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എന്ത് ചെയ്തു? രണ്ട് കൈകളിലും ഊതി. അതാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന 339 ഹദീസിൽ വന്നിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നതിൽ സുമ്മ നഫളഹ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയൊന്ന് ചെറുതായി കുടഞ്ഞു. കൈയൊന്ന് ചെറുതായി കുടഞ്ഞു, നല്ല രീതിയിലല്ല, ചെറിയ രീതിയിൽ എന്താ ചെയ്യുക? കൈയൊന്ന് കുടയുക. ഈ രണ്ട് രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയും ഈ കാര്യം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഹനഫി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും വീക്ഷണം. നമ്മുടെ നാട്ടിൽ ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാർ ഇത് പഠിപ്പിച്ചു കൊടുക്കാറില്ല പൊതുവെ, പക്ഷേ ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ തയമ്മുമിന്റെ രൂപം എന്ന് പറയുന്നത് ആദ്യം മണ്ണിൽ അടിക്കുക, അതിനുശേഷം കൈ ഉയർത്തിയിട്ട് ഒന്നുകിൽ രണ്ട് കൈകളിലും ഊതുക, അതല്ലെങ്കിൽ രണ്ട് കൈയും ചെറിയ രീതിയിൽ കുടയുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, കൈയിൽ ചെറിയ രൂപത്തിൽ മണ്ണ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഊതേണ്ടതോ അല്ലെങ്കിൽ കുടയേണ്ടതോ ആവശ്യമില്ല. അതല്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യാം? കുടയാം. മനസ്സിലായോ? ആദ്യം കൈ മണ്ണിലടിച്ച ശേഷം രണ്ട് കൈകളിലും ഒന്നുകിൽ ഊതുക, അല്ലെങ്കിൽ അത് കുടഞ്ഞു കളയുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? മുഖവും കൈയും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മുഖവും കൈകളും തടവുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്തു വന്നിട്ടുണ്ട്? ആദ്യം മുഖം പിന്നെ കൈ. ആദ്യം മുഖം തടവുക, പിന്നെ കൈ തടവുക. അതുപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ എന്തു വന്നിട്ടുണ്ട്? ആദ്യം കൈ തടവുക, പിന്നെ മുഖവും തടവുക. അതുകൊണ്ട് ഈ രണ്ട് രൂപവും സ്വീകരിക്കാം, ഈ രണ്ട് രൂപവും സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, ഖദ് അജ്മഅൽ മുസ്ലിമൂന അലാ അന്നൽ വജ്ഹ യുസ്തവഅബു ഫി തയമ്മുമ കൽ വുളൂ. ഇമാം നവവി അദ്ദേഹത്തിന്റെ മജ്മുഇൽ പറയുന്നു, വുളൂയിലേതുപോലെ തന്നെ തയമ്മുമിലും അവയവം പൂർണ്ണമായും തടവണം. ഇപ്പൊ നമ്മൾ വുളൂയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ ഈ താടിയെല്ല് വരെ, അതുപോലെ തന്നെ ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവി വരെ നിർബന്ധമായും കഴുകണം. ഇതുപോലെ തയമ്മും ചെയ്യുന്ന സാഹചര്യത്തിലും നിർബന്ധമായും ഈ പറയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും തടവേണ്ടതാണ്. ഈ പറയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും തടവേണ്ടതാണ്. ഇസ്മാഈൽ ഇബ്നു സഈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, സഅൽതു അഹ്മദ് ഇബ്നു ഹംബൽ, ഞാൻ ഇമാം അഹ്മദിനോട് ചോദിച്ചു, അമ്മൻ തറക മസ്ഹ ബഅദി വജ്ഹിഹി ഫി തയമ്മും, തയമ്മുമിൽ മുഖത്തിന്റെ ഒരു ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്യക്തി തടവിയാൽ അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു, യുഈദുസ് സ്വലാഹ്, അദ്ദേഹം നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതാണ്. അദ്ദേഹം നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതാണ്. അപ്പോൾ സഹോദരങ്ങളെ, തയമ്മുമിന്റെ രൂപം എങ്ങനെയാണ്? ആദ്യം മണ്ണിൽ അടിക്കുക, അതിനുശേഷം രണ്ട് കൈയും ഒന്നുകിൽ ഊതുക അല്ലെങ്കിൽ കുടയുക, അതിനുശേഷം മുഖം തടവുക. മുഖം തടവുമ്പോൾ പൂർണ്ണമായിട്ട് മുഖം തടവണം. അതിനുശേഷം കൈ തടവുക. കൈ തടവേണ്ടത് എങ്ങനെയാണ്? ഇടത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് വലത്തെ കൈയുടെ മുകൾ ഭാഗം തടവുക, വലത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇടത്തെ കൈയുടെ മുകൾ ഭാഗം തടവുക, അതിനുശേഷം പൂർണ്ണമായി അകം തടവുക. അതിനുശേഷം പൂർണ്ണമായി അകം തടവുക. അത് കൂടിയിണക്കി ഒന്നിച്ച് തടവുന്നതും പ്രശ്നമല്ല. രണ്ട് ഉലമാക്കൾ അതിന്റെ രൂപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ തയമ്മുമിന്റെ രൂപം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്, അല്ലെങ്കിൽ രണ്ട് രൂപങ്ങളാണ്. ഒന്നുകിൽ ആദ്യം കൈ തടവിയതിനു ശേഷം പിന്നെ മുഖം തടവുക, അല്ലെങ്കിൽ ആദ്യം മുഖം തടവിയതിനു ശേഷം പിന്നെ കൈ തടവുക. രണ്ട് രൂപവും സ്വഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. ഇതാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന തയമ്മുമിന്റെ രൂപം. ഇതിനു പുറമെ ഫുഖഹാക്കൾ പറയുന്ന രൂപങ്ങൾ, അതായത് കൈയുടെ മുട്ടുവരെ തടവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. പ്രവാചകനിൽ നിന്ന് തയമ്മുമിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് രണ്ട് ഹദീസുകൾ മാത്രമാണ്. ഒന്ന് അമ്മാർ ഇബ്നു യാസിറിന്റെ നമ്മൾ വായിച്ച ഹദീസ്, മറ്റൊന്ന് അബൂ ജുഹൈം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഫുഖഹാക്കൾ, ഷാഫിഈ മദ്ഹബിലെയൊക്കെ ഫുഖഹാക്കൾ കൈ മുട്ടോടുകൂടി തടവണമെന്ന് പറയുന്നത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല.
അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില ഉസ്താദുമാർ പറയുമ്പോൾ അത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണെന്ന് കരുതരുത്. മറിച്ച് മുൻഗാമികളിൽ നിന്ന് തന്നെ ചില അഭിപ്രായങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. പ്രവാചകരിൽ നിന്ന് സ്ഥിരപ്പെട്ട അവസ്ഥയിൽ ഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ശരിയ പ്രവാചകന്റെ ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ എന്താണ്? തയമ്മുമിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം മണ്ണിലടിക്കുക, അതിനുശേഷം 2 കൈകളിൽ ഒന്നിക്കൽ ഊതുക അല്ലെങ്കിൽ അത് കുടയുക, അതിനുശേഷം ആദ്യം മുഖം പൂർണ്ണമായി തടവുക, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ, അങ്ങനെ പൂർണ്ണമായി തടവുക. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കൈ പിന്നെ മുഖം. ഈ 2 രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ വുളൂഇന് തയമ്മുമിൽ കൈ തടവുന്ന രൂപം നമ്മൾ പറഞ്ഞു, ആദ്യം വലത്തേതും പിന്നെ ഇടത്തേതും. ഇനി ഒരു വ്യക്തി മാറി ആദ്യം ഇടത്തേതും പിന്നെ വലത്തേത് തടവിയാലും തയമ്മും സഹീഹാകുന്നതാണ്. തയമ്മും സഹീഹാകുന്നത് നേരത്തെ വുളൂഇൽ നമ്മൾ പറഞ്ഞിരുന്നു. വുളൂഇൽ വലത്തെ അവയവങ്ങൾ മുന്തിക്കലാണ് സുന്നത്ത്. ഒരു വ്യക്തി ഇടത്തെ അവയവം മുന്തിച്ചാലോ വുളൂ സഹീഹാകും. ആരാണ് പറഞ്ഞത്? ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. പക്ഷേ സുന്നത്തിനെതിരാണ്. വുളൂ സഹീഹാകും, പക്ഷേ സുന്നത്തിന് എതിരാണ്. ഇതാണ് തയമ്മുമിന്റെ രൂപവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ തയമ്മുമിന്റെ വിഷയത്തിൽ വന്ന ഏറ്റവും ഖവിയായ ഹദീസ് ഏതാണ്? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അതിന്റെ രൂപം മനസ്സിലായില്ലേ? അതിന്റെ രൂപം 2 രൂപവും പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന രൂപമാണ്. അടുത്തൊരു കാര്യം സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, ചില സഹോദരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ ആവശ്യപ്പെട്ടതാണ് വുളൂ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. വുളൂ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, വുളൂഇനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തേത് ബറക്കല്ലാഹു ഫീക്കും, ഗുഹ്യ ഭാഗങ്ങളിലൂടെ സാധാരണയായി പുറപ്പെടാറുള്ള വല്ലതും വരിക. ഗുഹ്യ ഭാഗങ്ങളിലൂടെ വല്ലതും പുറത്തേക്ക് വന്നാൽ അത് കാരണത്താൽ വുളൂ ബാത്തിലാകുന്നതാണ്. മലമൂത്ര വിസർജ്യമൊക്കെ നടത്തിയാൽ വുളൂ മുറിഞ്ഞു പോകുന്നതാണ്. വുളൂ മുറിഞ്ഞു പോകുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. സൂറത്തുൻ നിസായിൽ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിക്കുന്നുണ്ട്. വഇൻ കുൻതും മർള, നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണെങ്കിൽ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയാൽ, ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അതിനൊക്കെ ശേഷം ഫലം തജിദു മാഅൻ, നിങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ല എങ്കിൽ ഫതയമ്മമു, നിങ്ങൾ തയമ്മും ചെയ്യുക. ഒരു വ്യക്തി ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചാൽ അതിനുശേഷം അവൻ വുളൂഓ അല്ലെങ്കിൽ തയമ്മുമോ ചെയ്യണമെന്ന് ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതിന്റെ തെളിവ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരു വ്യക്തി മൂത്രമൊഴിച്ചാലോ അല്ലെങ്കിൽ ആവശ്യ നിർവഹണത്തിന് പോയാലോ അദ്ദേഹത്തിന്റെ വുളൂ മുറിഞ്ഞു പോകുന്നതാണ്. അതുപോലെ തന്നെ വുളൂഇനെ ബാത്തിലാക്കുന്ന രണ്ടാമത്തെ കാര്യം, കീഴ്വായു വരികയാണെങ്കിൽ വുളൂ ബാത്തിലാകും. ഒരു വ്യക്തിക്ക് കീഴ്വായു വരികയാണെങ്കിൽ വുളൂ ബാത്തിലാകും. അതിന്റെ തെളിവ് എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദഥ ഹത്താ യതവല്ല. ഒരു വ്യക്തിയുടെ വുളൂ മുറിഞ്ഞു പോയാൽ അയാൾ വുളൂ ചെയ്യുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഈ ഹദീസ് കേട്ട ഹളറമൗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മൽ ഹദസ്, അശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഫുസാഉൻ ഔ ദുറാത്തുൻ, കീഴ്വായു വരുന്നതിനാണ് അശുദ്ധിയാവുക എന്ന് പറയുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു. ഇതും എല്ലാ സഹോദരങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, ദീനി മസ്അല ആയതുകൊണ്ട് തന്നെ നാണിക്കേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ടതാണ്, ദീനാണ്. അതുകൊണ്ട് പറയാം, സ്ത്രീകളുടെ ഗുഹ്യ ഭാഗങ്ങളിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ വായു വരും. അതിന്റെ ഹുക്ം എന്താണ്? അത് വന്നാൽ വുളൂ ബാത്തിലാകുമോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ ഗുഹ്യ ഭാഗങ്ങളിൽ നിന്ന് വായു വന്നാൽ അത് കാരണത്താൽ വുളൂ ബാത്തിലാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഷാഫിഈ ഹംബലി മദ്ഹബിലെ ഉലമാക്കൾ പറയുന്നു വുളൂ മുറിയുന്നതാണ്. വുളൂ മുറിയുന്നതാണ്. എന്നാൽ മാലിക്കി ഹനഫി മദ്ഹബിലെ ഉലമാക്കൾ പറയുന്നു അത് കാരണത്താൽ വുളൂ മുറിയുകയില്ല. സമീപകാലം ജീവിച്ച ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും ഇന്ന് സൗദി അറേബ്യയിലെ അൽ ലജ്നത്തു ദായിമ, ഉന്നത പണ്ഡിത സഭ അംഗം
അല്ലെങ്കിൽ ആ പണ്ഡിത സഭ അവർ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും പറഞ്ഞു വുളു മുറിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. വുളു മുറിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. പക്ഷെ ചില ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും, ആ വിഷയത്തിൽ വ്യക്തമായ ഒരു തെളിവ് വരാത്തതിനാൽ തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വുളു ചെയ്യുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. പക്ഷേ അത് വുളു മുറിക്കുന്ന ഒരു കാര്യമാണെന്ന് വ്യക്തമായി എവിടെയും തെളിവില്ല. അത് വുളു ബാത്തിലാക്കുന്ന കാര്യമാണെന്ന് എവിടെയും തെളിവില്ല. അതുകൊണ്ട് തന്നെ ശൈഖ് ഇബ്നു ഉസൈമീനും ലജ്നത്തു ദായിമയും ഫത്വ നൽകുന്നത് അത് കാരണത്താൽ വുളു മുറിയുകയില്ല എന്നാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, വുളു ബാത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് മദി എന്നുള്ളത്. വുളു ബാത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് മദി എന്നുള്ളത്. എന്താണ് മദി എന്ന് പറഞ്ഞാൽ? വികാര സമയം പുരുഷനിൽ നിന്ന് വരുന്നതിനാണെന്ന് പറയുക മദി എന്ന് പറയുക. വികാരമുള്ള സമയത്ത് പുരുഷനിൽ നിന്ന് വരുന്ന കാര്യത്തിനാണെന്ന് പറയുക മദി എന്ന് പറയുക. അത് വുളുഇനെ ബാത്തിലാക്കുന്നതാണ്. ഒരു വ്യക്തി വുളു ഉള്ള അവസ്ഥയിൽ അദ്ദേഹത്തിന് മദി വന്നാൽ അദ്ദേഹത്തിന്റെ വുളു മുറിഞ്ഞു പോകുന്നതാണ്. അതിന്റെ തെളിവ് എന്താണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു റജുലൻ മദ്ദാഅൻ, എനിക്ക് ധാരാളമായി മദി വരാറുണ്ടായിരുന്നു. ഇത് സാധാരണയാണ്, മനുഷ്യ സഹജമാണ്. കുൻതു റജുലൻ മദ്ദാഅൻ, എനിക്ക് ധാരാളമായി മദി വരാറുണ്ടായിരുന്നു. വകുൻതു അസ്തഹി അൻ അസ്അല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമകാൻ ഇബ്നതിഹി, ഞാൻ വിവാഹം ചെയ്തത് ആരെയാണ്? പ്രവാചകന്റെ മകളെയാണ്, ഫാത്തിമയെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ നാണമായിരുന്നു. فأمرت المقداد بن الأسود, ഞാൻ മിഖ്ദാദ് ബിൻ അസ്വദിനോട് പറഞ്ഞു, താങ്കൾ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിക്കുക. അങ്ങനെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സിലു ദകറഹു വയതവല്ല, അദ്ദേഹത്തിന്റെ ഗുഹ്യ ഭാഗം കഴുകുകയും അതിനുശേഷം വുളൂ ചെയ്യുകയും ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു അബ്ദുൽ ബർറും ഇമാം ഐനിയും ഈ വിഷയത്തിൽ ഉലമാക്കളുടെ ഇജ്മാഉം ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് മദി വന്നാൽ വുളൂ ബാത്തിലാകുന്നതാണ്. മദി വന്നാൽ വുളൂ ബാത്തിലാകുന്നതാണ്. ഇമാം ഇബ്നു അബ്ദുൽ ബർറും ഇമാം അൽ ഐനിയും ഈ വിഷയത്തിൽ ഇജ്മാഅ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് വദി എന്നുള്ളത്. എന്താണ് വദി എന്ന് പറഞ്ഞാൽ? വികാരമില്ലാത്ത സമയത്ത് പുരുഷന്റെ ഗുഹ്യഭാഗത്തിൽ നിന്ന് വരുന്നതിനാണെന്ന് പറയുക വദി എന്ന് പറയുക. മൂത്രമൊഴിച്ചതിന് ശേഷമൊക്കെ ചില ആൾക്കാർക്ക് വരും. വികാരമില്ലാത്ത സമയത്ത് പുരുഷരുടെ ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് വരുന്നതിനാണെന്ന് പറയുക വദി എന്ന് പറയുക. അത് വന്നാലും വുളൂ മുറിയുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, മനീയ വരികയാണെങ്കിലും വുളൂ ബാത്തിലാകുന്നതാണ്. സ്വാഭാവികമായി കുളി നിർബന്ധമാവും. മനസ്സിലായില്ലേ? ഇതാണ് ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങളൊക്കെ വുളൂഇനെ ബാത്തിലാക്കുന്നതാണ്. ഇത് സാധാരണയായി മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ്. ഇനി അസാധാരണയായി ചില ആൾക്കാർക്ക് ചില സാഹചര്യങ്ങളിൽ മാത്രമുണ്ടാകും. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഗുഹ്യഭാഗങ്ങളിലൂടെ രക്തം വരും. എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുഹ്യഭാഗങ്ങളിലൂടെ രക്തം വരും. അങ്ങനെ രക്തം വരികയാണെങ്കിൽ അത് കാരണം വുളൂ ബാത്തിലാകുന്നതാണ്. ഗുഹ്യഭാഗങ്ങളിലൂടെ രക്തം വരികയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ ബാത്തിലാകുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അസുഖം കാരണം, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, ഗുഹ്യഭാഗങ്ങളിലൂടെ പുഴുക്കൾ വരും. അങ്ങനെ വരികയാണെങ്കിലും അവന്റെ വുളൂ ബാത്തിലാകുകയാണ്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇത് കാരണമൊക്കെ വുളൂ ബാത്തിലാവാനുള്ള കാരണം, ഇത് വരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള നജസ്സുമായി തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാരണത്താൽ വുളൂ ബാത്തിലാകുന്നതാണ്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഇതിന് കാരണമായി പറഞ്ഞത് എന്താണ്? ഈ പറയപ്പെട്ട വസ്തുക്കൾ വരുമ്പോൾ അവിടെയുള്ള നജസ്സുമായി അത് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാരണം വുളൂ ബാത്തിലാകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് സാധാരണയായി വരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അസാധാരണയായി വരുന്ന വസ്തുക്കൾ, ഈ കാര്യങ്ങളാലൊക്കെ വുളൂ ബാത്തിലാകുന്നതാണ്. ഇനി സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ബറക്കല്ലാഹു ഫീക്കും, ചില ആൾക്കാർക്ക് അസുഖങ്ങൾ കാരണം, പലപ്പോഴും പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് സാധാരണ ഗുഹ്യഭാഗങ്ങളിലൂടെ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി സാധിക്കാത്തത് കാരണത്താൽ പൈപ്പൊക്കെ ഇട്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ വരും. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ മൂത്രമൊക്കെ പുറത്തെടുക്കുന്ന അവസ്ഥ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ അത് കാരണത്താലും വുളൂ മുറിയുന്നതാണ്.
അത് കാരണത്താലും വുളൂ മുറിയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തൂടെ മൂത്രം പുറത്തേക്ക് എടുക്കുകയാണ്, അങ്ങനെയാണെങ്കിലും വുളൂ മുറിയുന്നതാണ്. ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ലജ്നത്തു ദായിമ തുടങ്ങിയവരൊക്കെ ഈ വിഷയത്തിൽ നൽകുന്ന ഫത്വ അങ്ങനെയാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെയാണ് ഇത് വരുന്നത് എങ്കിലും അവിടെ വുളൂ മുറിയുന്നതാണ്. എന്റെ സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, ചില സഹോദരങ്ങൾക്കുള്ള സംശയമാണ്, ഛർദിച്ചാൽ വുളൂ മുറിയുമോ? ഛർദിച്ചാൽ വുളൂ മുറിയുമോ? ഏറ്റവും പ്രബലമായ അഭിപ്രായം, ഛർദി കാരണം വുളൂ ബാത്തിലാവുകയില്ല. ഛർദി കാരണം വുളൂ ബാത്തിലാവുകയില്ല. എന്തുകൊണ്ടാണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം കൊണ്ട് വുളൂ ബാത്തിലാകും എന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? തെളിവ് വേണം. ഒരു കാര്യം കൊണ്ട് വുളൂ ബാത്തിലാകും എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, തെളിവില്ലാതെ ഒരു കാര്യം കാരണത്താലും വുളൂ ബാത്തിലാകുമെന്ന് പറയൽ സാധ്യമല്ല. ഛർദി കാരണം വുളൂ ബാത്തിലാകുമെന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഛർദി കാരണം വുളൂ ബാത്തിലാവുകയില്ല. ഛർദി കാരണം വുളൂ ബാത്തിലാവുകയില്ല. ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാഅ ഫതവല്ലഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഛർദിക്കുകയും അതിനുശേഷം വുളൂ ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഛർദിക്കുകയും അതിനുശേഷം വുളൂ ചെയ്യുകയും ചെയ്തു. എന്താണ് അതിന് മറുപടി? ഉലമാക്കൾ പല രൂപത്തിൽ അതിന് മറുപടി പറയുന്നുണ്ട്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, ആ ഹദീസിന്റെ സ്വീകാര്യതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സഹീഹാണോ ദഈഫാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇനി സഹീഹാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുകൊണ്ട് മാത്രം എന്താവുകയില്ല? വാജിബാവുകയില്ല. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുകൊണ്ട് മാത്രം വാജിബാവുകയില്ല. മറിച്ച് പ്രവാചകന്റെ കേവല പ്രവൃത്തി സുന്നത്താണ് എന്നുള്ള തെളിവ് മാത്രമാണ് നൽകുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം എന്ത് പറയാൻ പറ്റൂല? അത് വാജിബാണെന്ന് ഉലമാക്കൾ പറയുകയില്ല. ഉസൂലിന്റെ കിതാബുകളിൽ നിങ്ങൾക്ക് കാണാം, മുജറദുൽ ഫിഅലി ലാ യദുല്ലു അലൽ വുജൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം അത് വാജിബാവുകയില്ല, മറിച്ച് അത് സുന്നത്താണ് എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വാജിബാണെന്ന് പറയണമെങ്കിൽ ഒന്നിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രോത്സാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകണം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം അത് വാജിബാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഛർദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വുളൂ ബാത്തിലാവുകയില്ല. അദ്ദേഹത്തിന്റെ വുളൂ ബാത്തിലാവുകയില്ല. ഇനി സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ രക്തം വന്നാൽ, മുറിവൊക്കെ കാരണത്താൽ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ രക്തം വന്നാൽ വുളൂ മുറിയുമോ? നമ്മുടെ കൈ മുറിഞ്ഞു, അല്ലെങ്കിൽ വിരൽ മുറിഞ്ഞു, അങ്ങനെ രക്തം വരികയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ മുറിയുമോ? ഏറ്റവും ശരിയായ അഭിപ്രായം, ശരീരത്തിൽ നിന്ന് രക്തം വരികയാണെങ്കിൽ വുളൂ മുറിയുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഗുഹ്യ ഭാഗങ്ങളിൽ നിന്നാണെങ്കിൽ വുളൂ മുറിയും. കാരണം നജസായി അത് തട്ടാൻ സാധ്യത കൂടുതലാണ്. അതല്ലാതെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് മുറിവ് വരികയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ മുറിയുകയില്ല. അത് കാരണത്താൽ വുളൂ മുറിയുകയില്ല. എന്താണ് അതിന്റെ തെളിവ്? ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സ്വഹാബികൾ എന്ത് ചെയ്യാറുണ്ട്? നിസ്കരിക്കാറുണ്ട്. അപ്പം അവരിൽ നിന്ന് സ്വാഭാവികമായും രക്തം വരുന്നുണ്ട്. ഇപ്പൊ രക്തം വരുന്ന സാഹചര്യത്തിൽ വുളൂ മുറിയുമെങ്കിൽ അവർക്ക് ആ സാഹചര്യത്തിൽ നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. ചില സഹോദരങ്ങൾ ഇത് കേൾക്കുമ്പോൾ എന്ത് മറുപടി പറയും? അത് നിർബന്ധിത സാഹചര്യത്തിലല്ലേ എന്ന് പറയും. നിർബന്ധിത സാഹചര്യത്തിലല്ലേ എന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു തെളിവ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി റഹിമഹുല്ലാഹ് പറയുന്നു, റഅയ്തു ഇബ്നു ഉമർ, ശരിക്കും ശ്രദ്ധിക്കുക, റഅയ്തു ഇബ്നു ഉമർ, ഞാൻ ഒരു ദിവസം ഇബ്നു ഉമറിനെ കണ്ടു, അസറ ബസ്റതൻ ഫി വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുഖത്ത് മുഖക്കുരു ഉണ്ടായിരുന്നു. മുഖക്കുരു അറിയില്ലേ? അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു കുരു ഉണ്ടായിരുന്നു. ഫഖറജ ശൈഉം മിനദ്ദം, അദ്ദേഹം എന്ത് ചെയ്തു? ആ മുഖക്കുരു അമർത്തി. ഈ സമയത്ത് അതിലുള്ള രക്തം പുറത്തേക്ക് വന്നു. സ്വാഭാവികമായി എല്ലാവർക്കും അറിയാം. ഫഹക്കഹു ബൈന അസാബിഇഹി, അദ്ദേഹം വിരലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് അതിന്റെ രക്തം ഉരച്ചു കളഞ്ഞു. കയ്യിലൊക്കെ ചെറിയ രൂപത്തിലാണെങ്കിൽ ചില ആൾക്കാർ എന്താക്കും? ഇങ്ങനെ ആക്കി കളയും, അല്ലെ? പരസ്പരം ഇങ്ങനെ വിരലുകൾ ഉരച്ചുകൊണ്ട് അത് കളയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നിന്ന് അദ്ദേഹം മുഖക്കുരു പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് ചോര വന്നു. അദ്ദേഹം അത് വിരലുകൾക്കിടയിൽ ഉരച്ചു. സുമ്മ സല്ല, അതിനുശേഷം അദ്ദേഹം നിസ്കരിച്ചു. വലം യതവല്ല,
അദ്ദേഹം വുളൂ ചെയ്തിട്ടില്ല എന്ന് ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്സനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഇത് തഅലീഖായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഇത് തഅലീഖായി കൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹസ്മും അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും ഒക്കെ ഈ അഥർ സഹീഹാണെന്ന വിധിയും നൽകിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ തഗ്ലീഖു തഅലീഖിൽ ഈ അഥർ സഹീഹാണെന്ന വിധിയും നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു തെളിവെല്ലാവരും മനസ്സിൽ വെക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള മുഖക്കുരു അദ്ദേഹം പൊട്ടിച്ചു. ആ ചോര അദ്ദേഹത്തിന്റെ മുഖത്തും വിരലിലുമായി അദ്ദേഹം വുളൂ ചെയ്യാതെ നിസ്കരിച്ചു എന്ന് ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്സനി റഹിമഹുല്ലാഹ് പറയുന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ മുഅല്ലഖായി കൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ ബറകല്ലാഹു ഫീക്കും, ഒരു വ്യക്തി ഉറങ്ങുകയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ മുറിയുമോ? ഒരു വ്യക്തി ഉറങ്ങുകയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ മുറിയുമോ? ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സ്വഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിന് ശേഷം വുളൂ ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയതിനു ശേഷം വുളൂ ചെയ്യാൻ പറഞ്ഞതായി കൽപ്പിക്കുന്ന ഒരു ആശയത്തിൽ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സ്വീകാര്യമായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഉറങ്ങിയാൽ വുളൂ ചെയ്യണം. എന്നാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അദ്ദേഹം പറയുന്നു, ഇശാ നിസ്കാരത്തിന് വുളൂ എടുത്ത് മസ്ജിദിൽ വന്ന് നമ്മൾ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കും. ചില സാഹചര്യങ്ങളിൽ പ്രവാചകൻ വരാൻ താമസിച്ചാൽ ശക്തമായ ഉറക്ക് കാരണം നമ്മൾ തൂങ്ങിപ്പോവാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. ഒന്ന് സ്വഫ്വാൻ ഇബ്നു അസ്സാലിന്റെ ഹദീസിൽ വുളൂ മുറിയും എന്നുള്ള സൂചന, മറ്റൊന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വുളൂ മുറിയുകയില്ല എന്ന സൂചന. ഈ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഉലമാക്കൾ പറയുന്നു, ഒരു വ്യക്തി അഗാധമായി ഉറങ്ങുകയാണെങ്കിൽ, ഒരു വ്യക്തി അഗാധമായി ശക്തമായി നല്ല ഉറങ്ങുകയാണെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയും. ചെറിയ ഉറക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയുകയില്ല. എന്താണ് ചെറിയ ഉറക്കും അതുപോലെ തന്നെ വലിയ ഉറക്കും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാവുക? ഉലമാക്കൾ പല അടയാളങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ചെറിയ ഉറക്ക് എന്ന് പറയുമ്പോൾ അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നറിയും. ആ വ്യക്തി ആരെങ്കിലും സ്പർശിച്ചാൽ പെട്ടെന്ന് അയാൾക്ക് അത് മനസ്സിലാകും. അതല്ലെങ്കിൽ ചില ഉലമാക്കൾ പറയുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വസ്തു അദ്ദേഹം പിടിച്ചിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ, ഇന്നത്തെ കാലത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഫോൺ വീണു പോയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അഗാധമായ ഉറക്കാണ്. ആ ഫോൺ പിടിച്ച് അദ്ദേഹം ചെറിയൊന്ന് മയങ്ങിപ്പോയതാണ്, ആ ഫോണൊന്നും വീണിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അത് ചെറിയ ഉറക്കാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ പറയുന്നു, ഒരു വ്യക്തി ഉറക്കിൽ സ്വപ്നം കണ്ടുവെങ്കിൽ അത് വലിയ ഉറക്കാണ്. അത് വലിയ ഉറക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉറക്ക് അഗാധമായ ഒരു വ്യക്തി ബോധമില്ലാത്ത രൂപത്തിൽ ഉറങ്ങിയാൽ അദ്ദേഹം വുളൂ മുറിയുന്നതാണ്. അതിനുശേഷം അദ്ദേഹം വുളൂ ചെയ്യേണ്ടതാണ്. ഇനി ഒരു വ്യക്തി ചെറിയ ഉറക്കാണ് ഉറങ്ങിപ്പോയതെങ്കിൽ അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയുകയില്ല. മനസ്സിലായോ? രണ്ടിനുമുള്ള തെളിവ് എന്താണ്? ഒന്ന് സ്വഫ്വാൻ ഇബ്നു അസ്സാലിന്റെ ഹദീസ്, മറ്റൊന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഫായിദ, ബറകല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസുകളിൽ പെട്ടതാണ് അവിടുന്ന് ഉറങ്ങിയാൽ അവിടുത്തെ വുളൂ മുറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസുകളിൽ, പ്രത്യേകതകളിൽ പെട്ടതാണ് അവിടുന്ന് ഉറങ്ങിയാൽ അവിടുത്തെ വുളൂ മുറിയുകയില്ല. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനാമു ഐനി വലാ യനാമു ഖൽബി, എന്റെ ഹൃദയം ഉറങ്ങുന്നില്ല, മറിച്ച് എന്റെ കണ്ണുകൾ മാത്രമാണ് ഉറങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ പ്രത്യേകതകൾ ഉലമാക്കൾ പറയുമ്പോൾ പറയുന്നു, ഉറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ മുറിയുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ ബറകല്ലാഹു ഫീക്കും, വുളൂ ബാത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഫുഖഹാക്കൾ ഇവിടെ പറയുന്ന മറ്റൊരു വിഷയം, ഗുഹ്യ ഭാഗം സ്പർശിക്കുക എന്നുള്ളത്. ശരിക്കും ശ്രദ്ധിക്കുക, സമയം കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഈ വിഷയത്തിൽ രണ്ട് ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഗുഹ്യ ഭാഗം സ്പർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന് ബുസ്റ ബിൻതു സഫ്വാൻ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മസ്സ ദകറഹു ഫല്യതവല്ല, ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? വുളൂ ചെയ്യട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ,
ആരെങ്കിലും ഗുഹ്യ ഭാഗം സ്പർശിച്ചാൽ അവൻ വുളൂ ചെയ്യട്ടെ. ഇമാം അബൂദാവൂദും തിർമിദിയും നസായിയും ഇബ്നു മാജയും ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദും തിർമിദിയും നസായിയും ഇബ്നു മാജയും ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദും യഹ്യ ഇബ്നു മഈനും ഇമാം തിർമിദിയും ഇബ്നുൽ മുലഖ്ഖിനും റഹിമഹുമുല്ലാഹ് ഈ ഉലമാക്കളൊക്കെ ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഹദീസ് മനസ്സിലായില്ലേ? ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിച്ചാൽ അവൻ വുളൂ ചെയ്യട്ടെ. മറ്റൊരു ഹദീസ് തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ്, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, മാ തറാ ഫീ റജുലിൻ മസ്സ ദകറഹു ഫിസ്സലാ, ഒരു വ്യക്തി നിസ്കാരത്തിലായിരിക്കെ അദ്ദേഹത്തിന് ഗുഹ്യഭാഗം സ്പർശിച്ചു പോയാൽ അതിന്റെ വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹൽ ഹുവ ഇല്ലാ ബുൽഗതും മിൻക്, ചില റിവായത്തിൽ ഇല്ലാ ബുൽഗതും മിൻക്, അത് നിന്റെ ശരീരത്തിന്റെ ഒരു അവയവം മാത്രമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദും ഇമാം നസായിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ചില റിവായത്തിൽ അയതവല്ലഉ അഹദുനാ ഇദാ മസ്സ ദകറ, ആരെങ്കിലും അവൻ ഒരാളുടെ ഗുഹ്യഭാഗം സ്പർശിച്ചു പോയാൽ ആ വ്യക്തി വുളൂ ചെയ്യേണ്ടതുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ശരീരത്തിന്റെ ഒരു അവയവം മാത്രമല്ലേ. ഈ രണ്ട് ഹദീസുകളും സഹീഹാണ്. ഈ രണ്ടാമത്തെ ഹദീസ് ഇമാം ത്വഹാവിയും ഷെയ്ഖ് അൽബാനിയും ഇബ്നുൽ ഖത്താനും ഒക്കെ സഹീഹാക്കിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ഹദീസ് മനസ്സിലായോ? ഒന്നാമത്തെ ഹദീസിൽ ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിച്ചാൽ വുളൂ ചെയ്യട്ടെ. രണ്ടാമത്തെ ഹദീസിൽ ഗുഹ്യഭാഗം എന്നുള്ളത് ശരീരത്തിന്റെ ഒരു അവയവം മാത്രമല്ലേ, വുളൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇപ്പൊ എന്താണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം? ഈ ഹദീസുകൾ പഠിച്ചതിന് ശേഷം ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, ഒരു വ്യക്തി ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവന്റെ വുളൂ മുറിയുകയില്ല. ഒരു വ്യക്തി ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവന്റെ വുളൂ മുറിയുകയില്ല. കാരണം തൽഖ് ബിൻ അലിയോട് പ്രവാചകൻ പറഞ്ഞത് എന്താ? അത് ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ ചില സഹോദരങ്ങൾക്ക് സംശയം വരും, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ബുസ്റ ബിൻത് സഫാനിന്റെ ഹദീസിൽ വുളൂ എടുക്കാനുള്ള കൽപ്പനയില്ലേ? അതിനുള്ള മറുപടി എന്താണ്? ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, ഗുഹ്യഭാഗം സ്പർശിച്ചാൽ വുളൂ ചെയ്യൽ മുസ്തഹബാണ്, സുന്നത്താണ്. മനസ്സിലായോ? ബുസ്റ ബിൻത് സഫാനിന്റെ ഹദീസിൽ വുളൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വുളൂ ചെയ്യൽ സുന്നത്താണ്, പക്ഷേ നിർബന്ധമല്ല. വുളൂ ചെയ്യൽ സുന്നത്താണ്, പക്ഷേ നിർബന്ധമല്ല. ഇത് ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, മറിച്ച് ഇമാം ഇബ്നുൽ മുൻദിർ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, വലൗ തവല്ലഅ മിൻ മസ്സി ദകരി ഇഹ്തിയാതൻ കാന ദാലിക ഹസനൻ, ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിച്ചതിന് ശേഷം വുളൂ ചെയ്താൽ അത് നല്ല കാര്യമാണ്. വഇല്ലം യഫഅൽ, ഇനി ആരെങ്കിലും വുളൂ ചെയ്തിട്ടില്ലെങ്കിൽ ഫലാ ശൈഅ അലൈഹി, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, മസ്സു ദകർ, ഗുഹ്യഭാഗം സ്പർശിക്കുക എന്നുള്ളത് ലൈസ ബിനാഖിദിൽ ലിൽ വുളൂ, വുളൂഇനെ ബാത്തിലാക്കുന്ന കാര്യമല്ല. വഇന്നമാ യുസ്തഹബ്ബു മിൻഹുൽ വുളൂ, അതിൽ നിന്ന് വുളൂ ചെയ്യൽ മുസ്തഹബാണ്, സുന്നത്താണ്. മനസ്സിലായോ? ഗുഹ്യഭാഗം സ്പർശിക്കുക എന്നുള്ളത് എന്തല്ല? വുളൂഇനെ ബാത്തിലാക്കുന്ന കാര്യമല്ല, മറിച്ച് ഗുഹ്യഭാഗം സ്പർശിച്ച ശേഷം വുളൂ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. ഒരു വ്യക്തി വുളൂ ചെയ്തിട്ടില്ല എങ്കിൽ അത് പ്രശ്നമില്ല, അദ്ദേഹത്തിന് അങ്ങനെ തന്നെ നിസ്കരിക്കാം. ഈ ഒരു വീക്ഷണം സ്വീകരിക്കുന്നതിലൂടെ രണ്ട് ഹദീസുകൾ അനുസരിച്ച് അമല് വന്നു, അല്ലെ? ഒരു വ്യക്തി ഈ ഒരു വീക്ഷണമാണ് സ്വീകരിക്കുന്നതെങ്കിൽ രണ്ട് ഹദീസും അയാൾ അമലിൽ കൊണ്ടുവന്നു. ഒരു വ്യക്തി വുളൂ മുറിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അവയവമല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഹദീസ് തള്ളിയ അവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി വുളൂ മുറിയുകയില്ല എന്ന് നിരുപാധികം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഹദീസാണ് അവഗണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വീക്ഷണമാണ് ഒരാൾ സ്വീകരിക്കുന്നതെങ്കിൽ രണ്ട് ഹദീസ് അനുസരിച്ചുള്ള അമലും ആ വ്യക്തി ചെയ്തു. ഇതാണ് എപ്പോഴും തെളിവുകളോട് നമ്മൾ സ്വീകരിക്കേണ്ടത്. രണ്ട് ഹദീസുകൾ വന്നു, രണ്ട് ഹദീസ് അനുസരിച്ചും അമൽ ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടും നമ്മൾ ചെയ്യണം. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അൽ ജംഉ മുഖദ്ദമുൻ അല തർജീഹ്. രണ്ട് ഹദീസുകൾ വന്നു, രണ്ടനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി അതിന്റെ പൂർത്തീകരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഗുഹ്യഭാഗം സ്പർശിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഗുഹ്യഭാഗം സ്പർശിച്ചാൽ നിരുപാധികം വുളൂ മുറിയുകയില്ല, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഇനി സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഒരു വ്യക്തി സ്പർശിക്കുകയാണെങ്കിൽ അത് കാരണത്താലും എന്ത് ചെയ്യുകയില്ല? വുളൂ മുറിയുകയില്ല. അത് കാരണത്താലും വുളൂ മുറിയുകയില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം.
ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവസാനം ഈ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം ചില സഹോദരങ്ങൾ ചോദിച്ചതാണ്, സ്ത്രീയെ തൊട്ടാൽ വുളൂ മുറിയുമോ? ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ അല്ലെങ്കിൽ തൊട്ടുപോയാൽ വുളൂ മുറിയുമോ? സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, ഏത് സ്ത്രീയെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. ഏത് സ്ത്രീയെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. കാരണം സ്ത്രീയെ സ്പർശിച്ചാൽ വുളൂ മുറിയും എന്നൊരു തെളിവും എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഏത് സ്ത്രീയെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. കേവലം സ്പർശിച്ച കാരണത്താൽ ഒരു കാരണവശാലും വുളൂ മുറിയുകയില്ല. അത് അന്യ സ്ത്രീയാണെങ്കിൽ പോലും. അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്, കുറ്റം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തി സ്പർശിച്ചു പോയാൽ അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയുകയില്ല. ഇതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. ഇതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. ഇമാം സനആനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞവരാണ്. ഒരു സ്ത്രീയെ സ്പർശിച്ചതിന്റെ പേരിൽ വുളൂ മുറിയുകയില്ല. പക്ഷേ ഒരു സ്ത്രീയെ സ്പർശിച്ചതിന്റെ പേരിൽ മനീയ വരികയോ അല്ലെങ്കിൽ മദിയ വരികയോ ചെയ്താൽ അത് കാരണം വുളൂ മുറിയും. അത് കാരണത്താൽ വുളൂ മുറിയും. അതല്ലാതെ ഒരു സ്ത്രീയെ സ്പർശിച്ചതിന്റെ പേരിൽ വുളൂ മുറിയുകയില്ല. ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ കൂടെ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയുമെന്ന് പറയാറുണ്ട്. അതും ശരിയല്ല. ഭാര്യയെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയെ തൊട്ടതിന്റെ പേരിൽ മദിയ വന്നാൽ അല്ലെങ്കിൽ മനീയ വന്നാൽ അത് കാരണത്താൽ വുളൂ മുറിയും. അതല്ലാതെ ഭാര്യയെ തൊട്ടതിന്റെ പേരിൽ വുളൂ മുറിയുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിക്കുകയും അതിനുശേഷം നിസ്കരിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. ഇമാം തിർമിദിയും ഇമാം അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിക്കുകയും അതിനുശേഷം നിസ്കരിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. അവസാനം ഒരു വ്യക്തി പൊട്ടിച്ചിരിച്ചാൽ ആ വ്യക്തിയുടെ വുളൂ മുറിയുമോ? ചില ഫുഖഹാക്കൾ പറഞ്ഞതുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു വ്യക്തി പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദർസിൽ ചില സഹോദരങ്ങൾ ചോദിച്ചതാണ്, നജസ് തൊട്ടാൽ വുളൂ മുറിയുമോ? നജസ് തൊട്ടാൽ വുളൂ മുറിയുമോ? നജസ് തൊട്ടാൽ വുളൂ മുറിയുകയില്ല. ഒരു വ്യക്തി വുളൂ ചെയ്തു, അതിനുശേഷം നജസ് തൊട്ടു, അയാളുടെ വുളൂ മുറിയുകയില്ല. കാരണം വുളൂ മുറിയും എന്നുള്ളതിന് തെളിവില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ഈ വിഷയം പറഞ്ഞതായി നമുക്ക് കാണാം. ഈ വിഷയത്തിലുള്ള അവസാനത്തെ മസ്അല ഒട്ടക ഇറച്ചി തിന്നതിനെ സംബന്ധിച്ച് ചില ആൾക്കാർക്ക് ആവശ്യം വരുന്ന കാര്യം മാത്രമാണ്. ഒട്ടക ഇറച്ചി തിന്നുകയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ ബാത്തിലാകും. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നുകയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ ബാത്തിലാകുന്നതാണ്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, അഅതവല്ലഉ മിൻ ലുഹൂമിൽ ഗനം, പ്രവാചകരെ ആടിന്റെ ഇറച്ചി തിന്നാൽ നമ്മൾ വുളൂ ചെയ്യേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ആ വ്യക്തി ചോദിച്ചു, അഅതവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ ഞാൻ വുളൂ ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തവല്ല മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ വുളൂ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ വുളൂ ബാത്തിലാകുന്നതാണ്. ഇനി ഒട്ടകത്തിന്റെ പാല് കുടിച്ചാൽ, ചില ആൾക്കാരൊക്കെ വിദേശത്ത് പോയി പണിയെടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടകത്തിന്റെ പാല് കുടിക്കുകയാണെങ്കിൽ വുളൂ മുറിയുകയില്ല. ഒട്ടകത്തിന്റെ പാല് കുടിക്കുകയാണെങ്കിൽ വുളൂ മുറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന തവല്ലഉ മിൻ അൽബാനിഹ, നിങ്ങൾ ഒട്ടകത്തിന്റെ പാല് കുടിച്ചാൽ വുളൂ ചെയ്യുക എന്ന ഹദീസ് ദുർബലമായ ഹദീസാണ്. ആ ഹദീസിന്റെ സനദിൽ ഹജ്ജാജ് ഇബ്നു അർത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ദുർബലമാണ്. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ മാത്രമാണ് വുളൂ ബാത്തിലാവുക. അതല്ലാതെ ഒട്ടകത്തിന്റെ പാല് കുടിക്കുകയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ ബാത്തിലാവുകയില്ല. ഇതാണ് വുളൂ മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ. വേറെ ചില സംശയങ്ങൾ ചില സഹോദരങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയമില്ലാത്തത് കാരണത്താൽ ഇവിടെ നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, കഴിഞ്ഞ 4-5 ക്ലാസ്സുകളിലായി വുളൂഇന്റെ എല്ലാ അഹ്കാമുകളും നമ്മൾ ഏകദേശം പറഞ്ഞു. അതുപോലെ തന്നെ വുളൂവിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. എല്ലാവരും അത് മുറാജഅ ചെയ്യുക. വരുന്ന ദർസിൽ ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കിതാബിന്റെ മുറാജഅ പഠിച്ച കാര്യത്തിൽ മൊത്തത്തിൽ നമുക്ക് മുറാജഅ ചെയ്യാം.
എല്ലാ സഹോദരങ്ങളും അത് പഠിക്കണം. വരുന്ന ദർസിൽ നമുക്ക് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം സന്തോഷം നൽകുന്ന മജ്ലിസായി ഈ ഒരു മജ്ലിസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.